താരിഫ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ടാക്സ് ആണ്. ഓക്കെ. എന്താന്ന് വെച്ചാല് ഇപ്പോ നമ്മളെ ഇന്ത്യയിൽ നിന്ന് നല്ലൊരു amount ഓഫ് സാധനങ്ങൾ നമ്മൾ യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അതിനൊക്കെ യു എസ് പോർട്ടിൽ നിന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ടാക്സ് കൊടുക്കണം. അതാണ് ഈ താരിഫ് എന്ന് പറയുന്നത്. ആ ടാക്സ് ഇപ്പം 50% ആയിട്ട് കൂട്ടി എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ യു എയിലല്ലേ ഉള്ളേ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, വെജിറ്റബിൾസ്, ഓയില്, അതല്ലാണ്ടുള്ള സ്നാക്സ്, ഫുഡ് ഐറ്റംസ്, സ്പൈസസ്, ഇങ്ങനെ പലതും വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇപ്പോ നമുക്കിവിടെ ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ 5% മറ്റോ ആണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിനുള്ള കസ്റ്റംസ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോ ഈ 5% ഉള്ള സാധനം നമുക്കിപ്പോ ചീപ്പായിട്ട് കിട്ടുന്നത്. ലെറ്റ്സ് നാളെ മുതൽ ആ ടാക്സ് 50% ആയിട്ട് കൂട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളുടെ ഒക്കെ വില കൂടൂലേ? കാരണം അത്രയും 50% ടാക്സ് കൊടുത്തിട്ട് വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് നമ്മളെ സാധനങ്ങളുടെ വില കൂടും. ഈ വില കൂടുന്ന സമയത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമ്മള് കൂടുതൽ വില കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും. ആ കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെയുള്ള എക്സ്പെൻസസ് കൂടും, നമ്മൾ നാട്ടിലേക്ക് അയക്കുന്ന പൈസയുടെ അളവ് കുറയും. അപ്പൊ അതിനനുസരിച്ചിട്ട് റെമിറ്റൻസ് നാട്ടിൽ കുറയുന്ന സമയത്ത് അത് നമ്മുടെ എക്കണോമിനെ ബാധിക്കും. അത് ഒന്ന്. മെയിനായിട്ട് ഇപ്പൊ യു എസിൽ നടക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ വില കൂടിയ സമയത്ത് നമ്മൾ വേറെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നോക്കും. ഇപ്പോ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വരുന്ന വെജിറ്റബിൾസിന് വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വരുന്ന വെജിറ്റബിൾസ് ചീപ്പറായിട്ട് കിട്ടും, ആ ഓപ്ഷൻസ് നോക്കും. അല്ലെങ്കിൽ വെജിറ്റബിൾസ് തന്നെ ആവണമെന്നില്ല, സ്പൈസസ് ആയാലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയാലും ഓയില്, ഇങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നോക്കും വേറെ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പൊ എന്തായി, നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളുടെ സെയില് കുറയും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളെ നാട്ടിൽ നിന്നുള്ള എക്സ്പോർട്ടും കുറയും. അത് നമ്മുടെ എക്കണോമിനെ നല്ലപോലെ ബാധിക്കും. അത് തന്നെയാണ് ഇപ്പൊ യു എസിൽ നടക്കാൻ പോകുന്നുള്ളത്. നമ്മളെ നാട്ടിൽ നിന്ന് യു എസിലേക്ക് ഈ പറയുന്ന ഡയമണ്ട്സ്, അതുപോലെയുള്ള പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ ഒരുപാട് പോകുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് പോകുന്നുണ്ടാവും, പിന്നെ ഫുഡ് ഐറ്റംസ് പോകുന്നുണ്ടാവും. കുറെ ചെറിയ ചെറിയ ബ്രാൻഡുകളും വലിയ വലിയ ബ്രാൻഡുകളും ഒക്കെ ഫുഡ് ഐറ്റംസ് ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. ഓരോ ബ്രാൻഡുകൾ യു എസിൽ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിവിടെ നെല്ലറൊക്കെ യു എസിൽ അവൈലബിൾ ആണെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നാട്ടിൽ നിന്ന് പോണതാണെങ്കിൽ അതിനൊക്കെ വില കൂടും. അപ്പൊ അതിനനുസരിച്ചിട്ട് അവരെ സെയിലൊക്കെ കുറയും. അത് മൊത്തത്തില് നമ്മുടെ നാട്ടിലത്തെ ഇക്കണോമിനെ ബാധിക്കും. അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നുള്ളത്.